ഹായ് ഗൈസ്, വിജയണ്ണന്റെ സത്യപ്രതിജ്ഞ കഴിഞ്ഞതുകൊണ്ട് ഇന്ന് ആഘോഷം തന്നെ. ഉടൻ തന്നെ ലോക്കറിൽ നിന്ന് തിലോപ്പി എടുത്ത് വെള്ളത്തിട്ടു. അച്ചാമ്മയും പൊന്നാങ്കളിയും പാത്രം കഴുകി സന്തോഷം പ്രകടിപ്പിച്ചു. എന്നാ പിന്നെ ക്യാബേജ് ബീട്രൂട്ടിനെ തോരനാക്കാൻ അടുപ്പിൽ കയറ്റാമെന്ന് ഞാനും കരുതി. തോരൻ റെഡിയായ ഇടഞ്ഞ വേളയിൽ ദീപുമോൻ ചീനിയുമായി എത്തി. ചീനിയെ അമ്മ നോക്കിക്കോ, ഞാൻ വക്കീലുമായി വരാമെന്ന് പറഞ്ഞു തിലോത്തി മതാമയും കൊണ്ട് നാടുവിട്ടു. എവിടേക്കാണ് പലായനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ അലക്കുകല്ല് വരെ, അല്ലാണ്ട് എബാടെ പോകാൻ. പിന്നെ അങ്ങോട്ട് അത്യുഗ്രമായ പോരാട്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ മീനിന്റെയും കരിമീനിന്റെയും ഒക്കെ വായ കാണുമ്പോൾ എനിക്ക് കുണം വരും. നമ്മളെ നോക്കി പല്ലിരിക്കും പോലെ തോന്നും. എന്നെ നോക്കി കൊഞ്ഞണം കുത്തുന്നു എന്ന് പറഞ്ഞ അതിന്റെ വായ വെട്ടിയെറിയാൻ എനിക്കൊരു മടിയും ഇല്ല. തൊലി ഉരുവിലെ ചേച്ചി എന്ന് ചോദിച്ചാൽ കുളിപ്പിച്ച് മീനിന്റെ എല്ല് വരെ പുറത്ത് കാണാറായി. പിന്നെ ആ തൊലി. ഞാൻ യുദ്ധം കഴിഞ്ഞെത്തിയപ്പോൾ അമ്മ പറഞ്ഞ വാക്ക് പാലിച്ചു. ചീനിയുടെ പണിപ്പുരയിലാണ് പുള്ളിക്കാരി. വിറകടുപ്പിലെ മീൻ ചട്ടിക്ക് ഒരേ പരാതി, സൗന്ദര്യത്തിന് കരി പറ്റുന്നു പോലും. ഇതിന്റെ മൂട്ടിൽ നിന്ന് ഞാൻ കരിയുന്നതിൽ നിനക്ക് ദണ്ണമില്ലെന്ന് ഞാനും ചോദിച്ചു. ചീനി ഇളക്കലിൽ വിനയാകുലയായി അമ്മ. നിർദ്ദേശങ്ങളുമായി പൊന്നാങ്കളിയും എത്തി. ഒടുവിൽ തിലോപ്പിയയും കുളുകുളാ തിളച്ചു. കുളി കഴിഞ്ഞെത്തിയ ഞാൻ കാണുന്നത് മുത്തനും മുത്തിയും കഴിക്കുന്നതാണ്. എന്നാ പിന്നെ ഞാനും അങ്ങോട്ട് ചോറ്, ചീനി, തോരൻ, മീൻകറി, അച്ചാർ. ആഹാ, കൊള്ളാലോ. അപ്പൊ ഇന്നത്തേക്ക് അത്രയൊക്കെ തന്നെ ഗൈസ്. ബൈ ബൈ.